ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നാം ബൈബിൾ വായിക്കുമ്പോൾ പലയിടത്തായി മനുഷ്യർ ചാക്കുടുത്ത് ചാരം പൂശുന്നതായി കാണുന്നുണ്ട്. എന്തിനാണ് അവർ ഇത് ചെയ്തതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നിനവെ നിവാസികളുടെ കാര്യമെടുക്കൂ. യോന പ്രവാചകൻ നിനവെ നിവാസികളോട് 40 ദിവസം കഴിഞ്ഞാൽ നിനവയ്ക്ക് ഉന്മൂലനാശം സംഭവിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം ഏർപ്പെടുത്തി. നിനവെ രാജാവടക്കം എല്ലാവരും ചാക്കുവസ്ത്രം ധരിച്ച് ചാരത്തിലിരുന്നു. രാജാവിൻ്റെ വിളംബരം യോന 3 കേൾക്കും. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച്, അതായത് ചാക്കുവസ്ത്രം, ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ഇതൊരു അഹങ്കാരത്തിൻ്റെ ശബ്ദമാണോ? ഒരിക്കലുമല്ല. എളിമയുടെയും മാനസാന്തരത്തിൻ്റെയും ശബ്ദമാണ്. താഴ്മയുടേതാണ്. ഇതനുസരിച്ച് ജനതയുടെ നിലവിളി ദൈവം കേട്ടു. വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് മനസ്സു മാറ്റി. ജോബിൻ്റെ പുസ്തകത്തിൽ തനിക്ക് അനർത്ഥം വന്നപ്പോൾ ഇരുന്നതായി ജോബ് 2:8 പറയുന്നു. ജോബിൻ്റെ താഴ്മയും അനുതാപവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4:1 യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള രാജകൽപ്പന അറിഞ്ഞപ്പോൾ മൊർദെഖായി ചെയ്തു. ശ്രദ്ധിക്കൂ. സംഭവിച്ചതെല്ലാം അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് വളരെ വേദനയോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. 4:3 യഹൂദരിൽ പലരും രട്ടെടുത്ത് വെണ്ണീരിൽ കിടന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീടുണ്ടായ കാര്യങ്ങൾ വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ജോയലിൻ്റെ പുസ്തകത്തിൽ രട്ടെടുത്ത് വിലപിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ബൈബിളിൽ പലയിടത്തും ചാക്കുവസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടക്കേണ്ട കാര്യം പറയുന്നു. പൂർണ്ണമായ മാനസാന്തരത്തിൻ്റെയും താഴ്മയുടെയും ബാഹ്യപ്രകടനമാണിത്. മത്തായി 11:21, ലൂക്ക 10:13 ഇവയിൽ യേശു കൊരസിൻ പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്ക 10:13 കേൾക്കൂ. കൊരസീനെ, നിനക്ക് അയ്യോ കഷ്ടം. ബത്സദേ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന അത്ഭുത പ്രവൃത്തികൾ സോരിലും സിദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ടു തന്നെ ചാക്കുവസ്ത്രത്തിലും ചാരത്തിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. ദൈവം തൻ്റെ മുമ്പാകെ മാനസാന്തരമുള്ള താഴ്മയുള്ള ഹൃദയം ആഗ്രഹിക്കുന്നു എന്നാണ് ചാക്കുവസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. താഴ്മയുടെ വസ്ത്രമാണത്. ചാരം നമ്മുടെ മരണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ പോകണമെന്നാണ് ചാരം പൂശുന്നതിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ചാരം പൂശുക, ചാക്കുവസ്ത്രം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും നടക്കാത്ത കാര്യമാണ്. പശ്ചാത്താപത്തിൻ്റെയും താഴ്മയുടെയും ലക്ഷണങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കണം. മാനസാന്തരത്താൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം ചാക്കുവസ്ത്രം ധരിക്കുന്നതിനും ചാരം പൂശുന്നതിനും തുല്യമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? നമ്മുടെ ശരീരഭാഷ കുറച്ചൊക്കെ അതൊക്കെ പ്രതിഫലിപ്പിക്കും. എളിമയുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നത് ഇന്നത്തെ ഒരു അസാധാരണ സംഭവമാണ്. എളിമയുള്ള ഒരു മുഖത്തിന് ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. താഴ്മയില്ലാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിക്കാനാകും? ഇതിൻ്റെ ഭവിഷ്യത്തും പ്രതിവിധിയും സങ്കീർത്തനം 2:12 പറയുന്നുണ്ട്. കേൾക്കൂ. ദൈവം കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുവിൻ. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. അവിടുത്തെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാർ. ഇത് യേശു ജനിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മ പ്രേരണയാൽ ദാവീദ് എഴുതിയതാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ അഹം എന്ന ഭാവം, കേവലം പൊടിയായ നാം ആത്മാവും ജഡവും ഒരുമിച്ചിരിക്കുമ്പോൾ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളാൽ ദൈവം കോപിക്കാനിടയുണ്ട്. പുത്രനെ ചുംബിക്കുക എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഏതെങ്കിലും രൂപം കയ്യിൽ മെനഞ്ഞ് അതിനെ ചുംബിക്കുക എന്നല്ലല്ലോ അർത്ഥമാക്കുന്നത്. താഴ്മ ധരിച്ച് മനുഷ്യരൂപം പൂണ്ട് 2000 വർഷം മുമ്പ് നമ്മെ രക്ഷിക്കാൻ യേശു വന്നെങ്കിൽ, യേശു യോഹന്നാൻ 14:6 പറഞ്ഞ ആ വചനം, ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന വചനം ഏറ്റെടുക്കാം. യേശുവിൻ്റെ മറവിൽ നിന്ന്, പിതാവിൻ്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ജോബിനെ പോലെയോ നിനവെ നിവാസികളെപ്പോലെയോ മൊർദെഖായിയും അന്നത്തെ യഹൂദ ജനതയെയും പോലെ ചാക്കുടുത്ത് ചാരം പൂശാൻ ഇന്നും നമുക്കാകില്ലല്ലോ. പിന്നെയുള്ള പോംവഴി ഒന്നു മാത്രം, യേശുവിലൂടെ പിതാവിലെത്തുക. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ
പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.